അപ്പോൾ ഇതൊരു 2-വേ സ്വിച്ചാണ്. ഇതിൻ്റെ ഈ നടുക്ക് കാണുന്നത് കോമൺ പോളും ഇത് 2 സബ് പോളുമാണ്. അപ്പോഴതാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത്. ഇപ്പോഴിതെല്ലാം ഇങ്ങനെ ഈ ഫേസ് ലൈൻ കൊണ്ടങ്ങ് ബന്ധിപ്പിക്കും. ഫേസ് താഴ്വശം എല്ലാം ന്യൂട്രൽ ഉണ്ടെങ്കിൽ ബന്ധിപ്പിക്കുക. എന്നിട്ട് കോമൺ പോളിൽ നിന്ന് ലാമ്പ് ഇത് ലാമ്പ് L1. പിന്നെ അതുപോലെ തന്നെ ഇവിടെ L2 L3. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഓഫ് പൊസിഷനിൽ അതാണ് ഓഫ് പൊസിഷൻ. ഓഫ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാണ് വേറെ പ്ലേറ്റ് ഉണ്ട്. ഇത് ഓഫ് പൊസിഷൻ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓൺ പൊസിഷൻ. ഇത് ഓഫ് പൊസിഷൻ. ഒരു ബോർഡിനകത്തിരിക്കുന്നതാണ്. ഓക്കെ, ഈ സമയത്ത് ഈ ഫേസ് എന്ന് പറയുന്നത് നോക്കി ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ നോക്കിയാൽ ഇവിടെ ഫേസ്, പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഫേസ്, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഫേസ്, ഇവിടെ ഫേസ്, ഇവിടെ ഫേസ്, ഇവിടെ എല്ലാം ഇങ്ങനെ ഫേസ് വന്ന് നടക്കുക. ഇനി ഇത് ഈ സ്വിച്ച് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രൽ പോകും. ഈ ഫേസ് മാറി ഇവിടെ ന്യൂട്രൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലാമ്പ് കത്തും. കാരണം ഈ ഒരു സൈഡ് ഫേസ് ഈ സ്വിച്ച് വഴി കിട്ടിയിരിക്കുകയാണ്. ഓൾറെഡി ഈ സ്വിച്ച് ഓഫ് പൊസിഷനിൽ കിടക്കുമ്പം ഓരോ ലാമ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫേസ് തന്നെയാണ്. ഒരു ലാമ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ ലാമ്പ് കത്തത്തില്ല. പിന്നെ ന്യൂട്രൽ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് ഈ ന്യൂട്രൽ ഇതുവഴി ഇവിടെ വന്നു, ഇവിടെ ഫേസ് ഓൾറെഡി ഉണ്ട്, അപ്പോഴാണ് ഈ ലാമ്പ് കത്തി. ഇനി അത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് താഴോട്ടിടുക. അല്ലെങ്കിൽ ടണൽ വയറിംഗ് എന്നാണ് പറയുന്നത്. ടണൽ എന്ന് പറഞ്ഞാൽ ടണലിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെള്ളമോ എന്തെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെള്ളക്കെട്ടാണെങ്കിൽ ആ വെള്ളത്തിനകത്തൂടെ ഇങ്ങനെ അങ്ങോട്ട് വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പാസ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്വിച്ച് അങ്ങോട്ട് താഴോട്ട് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ന്യൂട്രൽ ഇവിടെ വന്നു, ന്യൂട്രൽ ഇവിടെ വന്ന് ഇവിടെ ഫേസ് ഓൾറെഡി ഉണ്ട്, അപ്പോഴത് കത്തി. ഈ സമയത്ത് ഇതങ്ങ് ഓഫ് ആവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് കട്ടാവും അല്ലേ. ഫേസ് കട്ടായി കഴിഞ്ഞാൽ ഇതപ്പോഴേ ഓഫാവും. ഇതിവിടെ കത്തിക്കഴിഞ്ഞ് അതേപോലെ തന്നെ ഇതിങ്ങോട്ട് താഴോട്ടിട്ടുക. താഴോട്ടിട്ട് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നേരെ ന്യൂട്രൽ കിട്ടി. ഇതിന് ഓൾറെഡി ഫേസ് ഇവിടെ ഉണ്ട്, അപ്പോൾ ഇത് കത്തും. ആ സമയത്ത് ഇതങ്ങ് ഓഫാവും. ഇത് ഓഫാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഫേസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ഓഫ് ആവുന്നത്. കാര്യം ഈ സ്വിച്ച് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഫേസ് കട്ടായി കഴിഞ്ഞു. പിന്നെ ഇവിടെ ആകെ നിൽക്കുന്ന പറഞ്ഞാൽ ന്യൂട്രൽ മാത്രമേ നിൽപ്പുള്ളൂ. ന്യൂട്രൽ മാത്രം ഉണ്ടെങ്കിൽ ബൾബ് കത്തത്തില്ലല്ലോ, ന്യൂട്രലും ഫേസും വേണ്ടേ. അപ്പോൾ ഈ രീതിയിലാണ് ഈ ടണൽ വയറിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ജസ്റ്റ് ക്ലിയറായിട്ട് ഒന്നുകൂടെ വരയ്ക്കുക. ഇത് ടോപ്പെല്ലാം ഫേസ് കൊണ്ടങ്ങ്
ലൂപ്പ് ചെയ്ത് ഇതെല്ലാം ന്യൂട്രൽ, ഫേസ് ന്യൂട്രൽ. ഇനി ഇതിങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിലും അങ്ങ് വരയ്ക്കാം. ഈ രീതിയിലും വരച്ചു പോകാം. ഫേസ് ഇങ്ങനെ വളരെ സിമ്പിളാണ്. ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ലാമ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പം ഫേസ് വന്ന് നിൽക്കുകയാണ്. ഇവിടെയും ഫേസാണ്, ഇവിടെയും ഫേസാണ്, ഇവിടെയും ഫേസ്, ഇവിടെയും ഫേസ്, ഇതെല്ലാം ഫേസ്. ഒരു ലാമ്പിൻ്റെ അപ്പുറവും ഇപ്പുറവും ഫേസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ അതില്ല, കത്തത്തില്ല. പിന്നെ ഈ സ്വിച്ച് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ന്യൂട്രൽ വന്നു, ഇവിടെ ഫേസ് ഓൾറെഡി ഉണ്ട്, അപ്പോഴിത് കത്തി. ഇനി അത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രൽ കിട്ടി, ഇവിടെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട്, അപ്പോഴിത് കത്തി. പിന്നെ ഈ സ്വിച്ച് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രൽ കിട്ടി, ഫേസ് ഓൾറെഡി ഉണ്ട്, ഇത് കത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിങ്ങനെ പാസ് ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ട് പാസ് ചെയ്യുന്ന ടണൽ വഴി, ഇപ്പോൾ ടണലിൻ്റെ അകത്ത് വെള്ളമാണെങ്കിൽ വള്ളത്തിനകത്ത് പോകുന്ന ആൾക്ക്, ആ ബോട്ടിനകത്ത് പോകുന്ന ആൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ വെറുതെ അല്ലാതുള്ളതാണെങ്കിൽ ആൾക്കാർ മുമ്പോട്ട് പോകുന്തോറും ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഈ രീതിയിൽ എത്ര അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വയർ ചെയ്ത് പോകാം. അങ്ങോട്ട് 2 വേ ഇങ്ങനെ എത്ര വേണമെങ്കിലും വയർ ചെയ്ത് പോകും. അതിനാണ് ടണൽ വയറിങ്ങും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഗോഡൗൺ വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. ഈ ഒരു ലിമിറ്റഡ് ഏരിയയിൽ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഓൾറെഡി ഒരു ബൾബിൻ്റെ അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഫേസ് വന്നു കഴിഞ്ഞാൽ ബൾബ് കത്തത്തില്ല. പിന്നെ ഇവിടെ ന്യൂട്രൽ ഓട്ടോമാറ്റിക് കിട്ടുന്നതെന്ന് വെച്ചാൽ സ്വിച്ച് ഇടാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൽ ഇവിടെ വരും. ന്യൂട്രൽ വരുമ്പോൾ ഫേസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോഴും അത് കത്തും. പിന്നെ അടുത്ത ലാമ്പ് കത്തുന്ന പറഞ്ഞാൽ അതിനും ഇതേപോലെ ന്യൂട്രൽ കിട്ടും. ആ ന്യൂട്രൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഫേസ് അങ്ങ് കട്ടാകും. അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓരോ. അപ്പോൾ ഇത് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് നോക്കി, എന്നിട്ട് പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഇത് ക്ലിയർ ആകത്തുള്ളൂ. ഈ ഒരു ലിമിറ്റഡ് ഏരിയയിൽ അത് വളരെ പ്രാക്ടിക്കലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് ടണൽ വയറിങ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം.